എമി എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. ശേഖരൻ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. എവിടെയായിരുന്നു മോളെ നീ? ഈ അച്ഛനെയും നമ്മുടെ വീടും വിട്ട് നീ എവിടെയാണ് പോയത്? ശേഖരൻ്റെ വാക്കുകൾ കേൾക്കെ എമിക്ക് എന്ത് മറുപടി പറയണം എന്നറിയാതെയായി. പെട്ടെന്ന് അർജുൻ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചു. ശേഖരൻ്റെ കണ്ണുകൾ നിറയുന്നതും അയാൾ അവളുടെ കൈകളിൽ മുറുകെ പിടിക്കുന്നതും കാണെ അർജുൻ കുഴങ്ങി. എമി ദയനീയമായി അർജുനെ നോക്കി. അവൻ കണ്ണുകളടച്ച് കാണിച്ച് അവളെ സമാധാനിപ്പിച്ചു. പെട്ടെന്ന് അഭി ശേഖരന് സെഡേഷൻ കൊടുത്തതും അയാൾ മയക്കത്തിലേക്ക് പോയി. ശേഖരൻ്റെ കൈ അവളിൽ നിന്നും വേർപെട്ടതും അവളുടെ കൈകൾ ചുവന്ന് തക്കാളിപ്പഴം പോലെയായി. അവൾ അതൊന്നും അത്ര കാര്യമായിട്ട് എടുത്തില്ല. പെട്ടെന്ന് അർജുൻ അഭിയോടും ദിവ്യയോടുമായി പറഞ്ഞു, ഞാൻ ഇപ്പോൾ വരാം. സ്കാനിങ് കഴിഞ്ഞാൽ പിന്നെ അച്ഛനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അതും പറഞ്ഞ് അവൻ പിന്തിരിഞ്ഞ് എമിയുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് പോയി. അഭി, ഛേ, അവളെ അങ്കിൾ കാണണ്ടായിരുന്നു. ഇനി ബോധം വരുമ്പോൾ എന്നാ പറയും? അവളെ ചോദിച്ചാൽ എന്ത് ചെയ്യും? എനിക്ക് തലയ്ക്ക് വട്ട് പിടിക്കുന്നു. ഒന്ന് ഓക്കെ ആയി വരികയായിരുന്നു അങ്കിൾ. ഇനി എന്താകും എന്തോ. ഡാ അഭി, ദിവ്യ വിളിച്ചു. അവളെയും കൊണ്ട് അവൻ എവിടേക്ക് പോയതാ? ഞാൻ എമിയുടെ മുഖഭാവം ശ്രദ്ധിച്ചതാ. അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഇനി അവൾ എന്നെ വെറുതെ വിടില്ല. അഭി, നിന്നോട് ചോദിച്ചാൽ ഓക്കെ, അല്ലാണ്ട് ആ കൂടെ പോയവനോട് ഒന്നും ചോദിക്കാതിരുന്നാൽ നല്ലത്. വല്ലതും ചോദിച്ചാൽ അതവളുടെ ശരീരത്തിന് ഹാനികരമാണ്. അർജുൻ എമിയെ കൊണ്ട് നേരെ പോയത് അവൻ്റെ ക്യാബിനിലേക്കാണ്. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് നടന്നു പോകുന്നത് എല്ലാവരും ഒരതിശയത്തോടെയും ആക്കിച്ചിരിയോടെയും നോക്കുന്നത് എമി കണ്ടു. അർജുൻ എമിയുമായി ക്യാബിനുള്ളിലേക്ക് കയറി. അവളുടെ കയ്യിൽ നിന്നും അവൻ പിടിവിട്ടു. അപ്പോഴേക്കും അവളുടെ വെളുത്തു തൊടുത്ത കൈ രക്തവർണ്ണമായി മാറിയിരുന്നു. അർജുൻ എമിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവളുടെ അടുക്കലേക്ക് ഓരോ അടി വയ്ക്കുന്നതറിയെ അവൾ പിറകിലേക്ക് ചുവടുകൾ വെച്ചു. ഒടുവിൽ ഭിത്തിയിലായി ഇടിച്ചു നിന്നു അവൾ. അർജുൻ അവൻ്റെ രണ്ട് കൈയും അവളുടെ ഇരു സൈഡിലായി വെച്ച് അവളുടെ മുഖത്തിന് നേരെ മുഖം അടുപ്പിച്ചു. നീ എന്തിന് അവിടേക്ക് വന്നു? അവൻ്റെ ആ ചോദ്യത്തിന് അവൾ യാതൊരു മറുപടിയും കൊടുത്തില്ല. എമി അർജുൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവനോടായി ചോദിച്ചു, ആരാ പ്രിയ? എമിയുടെ നാവിൽ നിന്നും അത് കേട്ടതും അർജുൻ കണ്ണുകളടച്ച് സ്വയം നിയന്ത്രിച്ചു. എന്നിട്ട് അവളുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു, എൻ്റെ ഭാര്യ. അവൻ്റെ ആ തുറന്നു പറച്ചിൽ കേട്ടതും മനസ്സിൽ കുടിയിരുത്തിയിരുന്ന രൂപം താഴെ വീണ് ഉടഞ്ഞതുപോലെ അവളുടെ ഉള്ളം നീറി. അവളുടെ കണ്ണുകൾ കലങ്ങി ധാരധാരയായി അത് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. ആ ഒരു നിമിഷം അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോട്ടം ചെയ്തു. അങ്ങനെ തന്നെ നിന്നു. അർജുൻ മനസ്സിലായി പറഞ്ഞു, എന്തിനാണ് പെണ്ണെ നീ എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ ഒഴുക്കുന്നത്? നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഞാൻ പറഞ്ഞ വാക്കുകൾ എന്തിനു വേണ്ടി നിന്നെ വേദനിപ്പിച്ചു? ഈ കണ്ണുകൾ എന്നോട് അത് വേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നത് പോലെ. എന്താ എമി, പറ, നിനക്ക് എന്താണ് എന്നോട് ചോദിക്കാനുള്ളത്? അവൻ അവളുടെ കണ്ണുകളിൽ മാറി മാറി നോക്കി മനസ്സിലായി പറയുമ്പോൾ എമി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഇനി എനിക്കൊന്നും തന്നെ പറയാനും ചോദിക്കാനുമില്ല. എല്ലാം ഇവിടെ നിന്നും കെട്ടിബോധിച്ചു. എമി അവനെ തള്ളി മാറ്റി പുറത്തേക്കോടി വാഷ്റൂമിൽ കയറി വാതിലടച്ച് അതിൽ ചാരി നിന്നു. അടക്കി വെച്ചിരുന്ന കരച്ചിലുകൾ പുറത്തേക്ക് തെറിച്ചു. താൻ എന്തൊരു വിഡ്ഢിയാണ്. വെറും 3-4 ദിവസം മാത്രം പരിചയമുള്ള ഒരാളോട് എന്തിനിത്രയും വിശ്വാസം കാണിച്ചു? അയാൾക്ക് ഇതൊക്കെ വെറും ടൈം പാസ് ആയിരിക്കാം. തനിക്കോ? തൻ്റെ ഇച്ഛായന്മാർ കഴിഞ്ഞാൽ എമി അടുത്ത് ഇടപഴകിയ ഒരു പുരുഷൻ അദ്ദേഹമാണ്. പെട്ടെന്ന് അവിടെ കാണുന്ന മിററിൽ എമി സ്വയം ഒന്ന് നോക്കി. എന്താ ഇത്? അതും പറഞ്ഞ് അവൾ കണ്ണുകൾ തുടച്ചു. എന്തിന്? ആർക്ക് വേണ്ടി ഞാൻ കരയണം? ഇല്ല, എമി കരയില്ല. അതും പറഞ്ഞ് അവൾ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചു അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. എമി ക്യാബിനിൽ കയറി അവളുടെ ജോലികളിൽ ഏർപ്പെട്ടു. ഒരു നോട്ടം കൊണ്ട് പോലും അവൾ അർജുനെ പരിഗണിച്ചില്ല. OPDയിലെ തിരക്ക് കഴിഞ്ഞതും എമി അവളുടെ ബാഗ് കയ്യിലേക്കെടുത്തു. അവിടെ നിന്നും മുന്നിലേക്ക് നടക്കാൻ തുടങ്ങിയതും എമിയുടെ കൈകളിൽ അർജുൻ പിടുത്തമിട്ടു. അവൾ അവൻ്റെ കൈ തട്ടിമാറ്റി. അത് അർജുനെ നന്നായി ചൊടിപ്പിച്ചു. അവൻ ഡോർ ലോക്ക് ചെയ്ത് അതിൽ ചാരി നിന്ന് അവളെ മൊത്തത്തിലും നോക്കി. എന്താ എന്താ നിൻ്റെ പ്രോബ്ലം? അവൾ അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. എനിക്ക് പോകണം.
എമി അതല്പം ഉച്ചത്തിലായി പറഞ്ഞു. എനിക്ക് പോകണമെന്നല്ലേ പറഞ്ഞത്? അത് കേട്ടതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവനിലേക്ക് ചേർത്തു. മുഖത്തേക്ക് നോക്കടി. അവൻ്റെ ഗാംഭീര്യമാർന്ന ശബ്ദം കേട്ടതും അവൾ മിഴികളുയർത്തി അവനെ നോക്കി. ആ നോട്ടം വന്ന് പതിച്ചത് അവൻ്റെ നെഞ്ചിലായിരുന്നു. അർജുൻ അവളോടായി ചോദിച്ചു, നീ കരഞ്ഞോ? എന്താ? എന്തു പറ്റി? അതിന് അവൾ മിഴികൾ അവനിൽ നിന്ന് മാറ്റി. എമീ. അവൻ്റെ ക്ഷമ നശിക്കാൻ തുടങ്ങി. നിന്റെ മനസ്സിലെന്താ? അത് പറയാതെ നീ ഇവിടെ നിന്നും പോകില്ല. അത് കേട്ടതും അവൾ അവൻ്റെ ഷർട്ടിൽ കയറി പിടിച്ചു. നിങ്ങൾ എന്നെ എന്ത് ചെയ്യും? പറ. എന്നെ ഇത്രയും വേദനിപ്പിച്ചത് പോരെ? ഇനിയും എന്നെ എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? എന്നെ ഒന്ന് വെറുതെ വിടുമോ? ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലൊരു പെൺകുട്ടിയല്ല. നിങ്ങൾക്കെല്ലാം ഒരു ടൈം പാസ് ആകും, പക്ഷേ എനിക്ക് അങ്ങനെയല്ല. പിന്നീട് എന്തോ പറയാൻ തുടങ്ങിയതും എമിയുടെ ഫോൺ ശബ്ദിച്ചു. കാർത്തികയായിരുന്നു അത്. നീ എമി? ആടി, പറ. കാർത്തിക. എന്താടാ നിന്റെ ശബ്ദം വല്ലാതെ ഇരിക്കുന്നേ? നീ കരഞ്ഞതുപോലെ. ഏയ് ഒന്നുമില്ലടി, അത് നിനക്ക് തോന്നിയതാ. വിതുമ്പുന്ന ചുണ്ടുകൾ അവൾ കൂട്ടിപ്പിടിച്ചു പറഞ്ഞു. അർജുന് തൻ്റെ മുന്നിൽ നിൽക്കുന്ന അവളുടെ നിൽപ്പ് കാണുകെ അവന് എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ഡി, എനിക്ക് അർജുൻ സാറിൻ്റെ അച്ഛനെ നോക്കുന്ന എക്സ്ട്രാ ഡ്യൂട്ടിയുണ്ട്. അതിന് എമിയൊന്ന് മൂളി. എങ്കിൽ ഞാൻ ഹോസ്റ്റലിൽ പോകട്ടെ? കാർത്തിക. ഓക്കെ മുത്തേ എന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. എമി ഡോറിൻ്റെ അടുത്തേക്ക് നടന്നതും അർജുൻ പറഞ്ഞു, എമി, ഞാൻ കൊണ്ടാക്കാം ഹോസ്റ്റലിൽ. അവൾ അതിന് മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല. അവൾ പോയതും അർജുൻ ടേബിളിൽ തലചായ്ച്ച് കിടന്നു. അവൻ്റെ മനസ്സ് നിറയെ അവളുടെ നിറഞ്ഞ മിഴികളും കലങ്ങിയ കണ്ണുകളുമായിരുന്നു. അപ്പമല്ലാതെ അസ്വസ്ഥനാകാൻ തുടങ്ങി. അർജുൻ വേഗം അവൻ്റെ അച്ഛൻ്റെ റൂമിലേക്ക് നടന്നു. അപ്പോൾ അവിടെ കാർത്തിക. എങ്ങനെ അർജുൻ്റെ അച്ഛനെ കയ്യിലെടുക്കാം എന്ന ചിന്തയിലായിരുന്നു. ശേഖരൻ കണ്ണു തുറന്നതും കാണുന്നത് തൻ്റെ മുന്നിലിരിക്കുന്ന ഇരുനിറത്തിൽ അല്പം പൊക്കം കുറഞ്ഞൊരു നേഴ്സിനെയാണ്. ശേഖരൻ. ആരാ നീ? ആരാ? അത് കേട്ടതും കാർത്തിക പുറംതിരിഞ്ഞു നോക്കി. എന്താ പൊട്ടം കളിക്കുവാണോ? അതിനവൾ പറഞ്ഞു, എന്നോടാണോ അങ്കിൾ ചോദിച്ചത്? ശേഖരൻ. അങ്കിളോ? ആരുടെ അങ്കിൾ? എനിക്കത്രയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ല. അതിന് കാർത്തിക തല ചലിപ്പിച്ചു. കാർത്തിക മനസ്സിലായി പറഞ്ഞു, ഇതൊരു നടക്ക് പോകില്ല എന്നാണ് തോന്നുന്നത്. വീണ്ടും ശേഖരൻ തിരക്കി. ആരാ നീ? എന്താ ഇവിടെ? ഓക്കെ, ഫസ്റ്റ് ചോദ്യം, ആരാ ഞാൻ? ഇവിടെ ജോലി ചെയ്യുന്ന ഒരു നേഴ്സ്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, എനിക്ക് പറ്റിയ വൈബുള്ളൊരു യങ് മാനെ നോക്കി ഇറങ്ങിയതാണ്. കൊച്ചേ, ശേഖരൻ വിളിച്ചു. എനിക്കല്പം മാനസിക പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഈ കമ്പിയെടുത്ത് നിന്റെ തലയ്ക്ക് ഞാൻ അടിച്ചാലും ആരും എന്നോടൊന്നും ചോദിക്കില്ല. ഭ്രാന്തുള്ളവർക്ക് നേരെ കേസെടുക്കില്ല. അത് കേട്ടതും കാർത്തിക ഒന്ന് പരുങ്ങി. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പറയാൻ പറ്റില്ല. ഇങ്ങേരങ്ങനെ എന്തെങ്കിലും കാണിച്ചാൽ അയ്യോ എൻ്റെ ഡ്രീം, എൻ്റെ ലൈഫ്. ജാങ്കോ, നീ അറിഞ്ഞാ ഞാൻ പെട്ടു എന്ന എക്സ്പ്രഷൻ ഇട്ടു കാർത്തിക. ശേഖരൻ. എന്താ നിന്റെ നാവിറങ്ങിപ്പോയോ? കാർത്തിക വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ലായിരുന്നു. അവൾ പറഞ്ഞു, ഇപ്പോൾ വരെ എന്നോട് സംസാരിച്ച യങ്മാന് യാതൊരു കുഴപ്പവുമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഭ്രാന്ത്, അങ്ങനെ അതിനെ പറയാതെ അതിനെ മാനസിക വിഭ്രാന്തി എന്ന് പറയുന്നതാണ് നല്ലത്. അതൊരിക്കലും ഒരു അസുഖമല്ല. ശരിയായ പരിഗണനയും സ്നേഹവും കിട്ടാതെ വരുമ്പോൾ അവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ഒരു സംഭവം പെട്ടെന്നുണ്ടാവുകയും അതിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ പ്രകടിപ്പിക്കുന്ന നമ്മുടെ വികാരം അത് കണ്ടു നിൽക്കുന്നവർക്ക് പലതും തോന്നാം. ഇപ്പോൾ യങ്മാൻ പറഞ്ഞ പോലെ ഒരു മാനസിക വിഭ്രാന്തി അത് എനിക്കുമുണ്ട്, നമുക്ക് ചുറ്റുമുള്ളവർക്ക് എല്ലാവർക്കുമുണ്ട്. പിന്നെ യങ്മാൻ ഈ കമ്പി ഊരി എൻ്റെ തലക്കടിച്ചാലും കുഴപ്പം ഒന്നുമില്ല കേട്ടോ. കാരണം എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. ഞാനൊരു ഓർഫനാണ്. ആ ഒരു നിമിഷം ശേഖരൻ്റെ കണ്ണുകൾ തന്നെ അങ്ങനെ നോക്കിക്കിടന്നു. അയാൾ മനസ്സിലായി ഓർത്തു, ഇതുവരെ തന്നെ ഇതുപോലെ ആരും മനസ്സിലാക്കിയിട്ടില്ലെന്ന്. അയാൾ അവളെ അടുത്തേക്ക് വിളിച്ചു. കാർത്തിക പയ്യെ അയാളുടെ അടുത്തേക്ക് ചെന്നതും അയാൾ അവളുടെ കവിളിലായി തട്ടി. ശേഖരന് കാർത്തികയെ ഒരുപാട് ഇഷ്ടമായി. അച്ഛൻ അവിടേക്ക് ചെല്ലുമ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തൻ്റെ അച്ഛനെ പൊട്ടിച്ചിരിപ്പിക്കുന്ന കാർത്തികയാണ് കാണുന്നത്. അവൻ വാതിൽക്കൽ തന്നെ അത് നോക്കി അങ്ങനെ നിന്നു. അപ്പോഴാണ് അവിടേക്ക് ദിവ്യ വരുന്നത്. അവൾ അർജുൻ്റെ കൂടെ അകത്തേക്ക് കയറി.
ഹായ് അങ്കിൾ, ഇവൾ അങ്കിളിനെ ബോറടിപ്പിച്ചോ? കാർത്തികയെ ചൂണ്ടി ദിവ്യ തിരക്കി. അതിന് ശേഖരൻ ഒന്ന് ചിരിച്ചു. ഏയ്, എവിടുന്ന്, ഇവൾ മിടുക്കിയല്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോഴാണ് ദിവ്യ കാർത്തികയോടായി ചോദിച്ചു, കാർത്തി, എമി എവിടെ? അത് ചേച്ചി, അവൾ ഹോസ്റ്റലിൽ പോയി, കാർത്തിക മറുപടി കൊടുത്തു. എന്നാൽ ദിവ്യ ശ്രദ്ധിച്ചത് അർജുൻ്റെ മുഖത്തെ വല്ലായ്മയാണ്. ദിവ്യ മനസ്സിലായി പറഞ്ഞു, എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഉറപ്പാ. ഞാനിപ്പോൾ വരാം എല്ലാവരോടും. അതും പറഞ്ഞ് ദിവ്യ ഫോണുമെടുത്ത് എമിയുടെ നമ്പർ ഡയൽ ചെയ്ത് പുറത്തേക്ക് പോയി.